Hello guys, thanks for checking back on my channel, Mr. Chef. നമ്മളുടെ ചാനലിലൂടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെയധികം റിക്വസ്റ്റ് കിട്ടിയ ഒരു ക്രീമി പാസ്തയുടെ റെസിപ്പിയാണ്. ഈ ഒരു പാസ്ത റെസിപ്പിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന പാസ്തയുടെ ബേസ്, അതായത് നമ്മളുടെ ഫെഡച്ചീനി പാസ്തയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെയാണ് ഫ്ലവർ കൊണ്ട് ഉണ്ടാക്കി പാസ്ത ഡിഷ് ഉണ്ടാക്കി ഫിനിഷ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ഇതൊരു പേര് കേട്ട് കഴിയുമ്പോൾ വലിയൊരു ഡിഷാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പലരും നമ്മളുടെ വീട്ടിലുണ്ടാക്കാൻ മടിക്കുന്നത്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇത് വളരെ വൺ ഓഫ് ദി ഈസിയസ്റ്റ് റെസിപ്പിയാണ്. നമ്മൾ ഡോ ഉണ്ടാക്കുന്നതായാലും പിന്നെ പാസ്തയുടെ സോസ് ഉണ്ടാക്കി ഫിനിഷ് ചെയ്യുന്നതായാലും വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള പാസ്തയുടെ റെസിപ്പിയാണ്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് കുറേ സ്റ്റെപ്സ് അല്ലെന്നുണ്ടെങ്കിൽ കുറേ ഐറ്റംസ് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യമേ തന്നെ ടേബിൾ നമ്മൾ നല്ല വൃത്തിയായിട്ട് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. ഡോ ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് 2 കപ്പ് മൈദ അല്ലെന്നുണ്ടെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ എടുത്ത് നമുക്ക് ടേബിളിലേക്ക് ഇടാം. ഫ്ലവർ ഇട്ടതിന് ശേഷം നമുക്ക് നടുക്കൊരു ഹോൾ ഉണ്ടാക്കാം. ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം നമുക്കൊരു 3 മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. അതിനുശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിടുക ഇതിലേക്ക്. അതിന് കൂടെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഓയിൽ നമുക്ക് ആഡ് ചെയ്യാം. ഫോർക്ക് എടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് ബ്രേക്ക് ചെയ്യാം. സൈഡിൽ നിന്ന് മൈദ എടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പതുക്കെ ഇതിലേക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. കൈ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഫ്ലവർ ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ സൈഡിലേക്ക് പ്രസ് ചെയ്തതിന് ശേഷം അതെടുത്ത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വീണ്ടും നമുക്ക് പ്രസ് ചെയ്യാം. ഈ സെയിം പ്രോസസ്സ് നമ്മൾ ഒരു 10 മിനിറ്റ് നേരം കീപ്പ് ഓൺ ചെയ്യുന്നതാണ് ഡോയുടെ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് കാണാവുന്ന മാതിരി നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡോയുടെ മിക്സിങ് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് ചെറിയൊരു ടെക്നിക്ക് ഉണ്ട്. ഇതിൽ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്ന മാതിരി അത് ഞെക്കിയത് അതേമാതിരി തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മളുടെ ഡോ റെഡി ആയിട്ടുണ്ടെന്ന്. അടുത്തായിട്ട് ക്ലിംഗ് ഫോയിൽ നമ്മൾ ഇതിന് മുകളിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിതിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്യാം. ഇത് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഗൈസ്, നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഡോ ഇതാണ് എല്ലാ പാസ്തയുടെയും ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിൽ കാണാൻ പറ്റുന്ന എല്ലാ വെറൈറ്റി പാസ്ത ഉണ്ടാക്കാൻ പറ്റും. കാരണം പാസ്തയുടെ എല്ലാത്തിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻസ് ഈ പറയുന്ന ഡോയാണ്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പല ഷേപ്പിലുള്ള പാസ്തകൾ ഉണ്ടാക്കാം. ആ പല ഷേപ്പിലുള്ള പാസ്തയ്ക്ക് പല പേരുകളുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന മാതിരി. അപ്പോൾ അത് ഈ ഒരു ഡോ നല്ലതായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മോൾഡ് ചെയ്തോ നമുക്ക് പല വെറൈറ്റിയുള്ള പാസ്തകൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അടുത്തായിട്ട് പാസ്തയ്ക്ക് ആവശ്യമായുള്ള ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് 2 വലിപ്പമുള്ള ചിക്കൻ ബ്രസ്റ്റ് ആണ്. ചിക്കൻ ബ്രസ്റ്റ് നമുക്ക് ഒന്ന് ആദ്യമായിട്ട് തന്നെ ബട്ടർഫ്ലൈ ചെയ്യാം. കാരണം ഇതിന് തിക്നെസ് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ നമ്മളുടെ മാരിനേഷൻ എല്ലാ സൈഡിലും പിടിക്കുവാനായിട്ടും അതുമാതിരി പെട്ടെന്ന് കുക്കായി കിട്ടാനും നമുക്ക് ജസ്റ്റ് ഒന്ന് ബട്ടർഫ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിക്കൻ ബ്രസ്റ്റ് തന്നെ വേണമെന്നില്ല, ഏത് ബോൺലെസ് ചിക്കൻ ആയാലും കുഴപ്പമില്ല, ചിക്കൻ തൈസ് ആയാലും കുഴപ്പമില്ല. ഒരു ഹോൾ ചിക്കൻ എങ്ങനെ ബോൺലെസ് ചെയ്യാന്നുള്ളതിൻ്റെ വീഡിയോ നമ്മളുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അടുത്തായി നമ്മളൊരു ബോൾ വെച്ച് അതിലേക്ക് നമ്മളുടെ കട്ട് ചെയ്തെടുത്ത ചിക്കൻ ബ്രസ്റ്റ് ഇടാം. അതിനുശേഷം ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ്, 3/4 ടീസ്പൂൺ ഫ്രഷായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്ത ബ്ലാക്ക് പെപ്പർ, അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അടുത്തായിട്ട് നമ്മളുടെ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 തുടങ്ങി 15 മിനിറ്റ് വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ശരിക്കും ഒറിജിനൽ റെസിപ്പിയിൽ ഉണ്ടാക്കുന്ന ഒരു പാസ്തയുടെ മാരിനേഷനാണ് നമ്മൾ ഈ ചിക്കന് കൊടുത്തേക്കുന്നത്. പക്ഷേ നിങ്ങൾക്കത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. അടുത്തായി ഒരു നോൺ സ്റ്റിക്ക് പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് പാൻ ചൂടാൻ ശേഷം മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്ക് ഇതിലേക്ക് വെക്കാം. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് മറിച്ചിടാം. നമ്മളിന്ന് ചിക്കൻ കുക്ക് ചെയ്യുന്നത് 3 മിനിറ്റ് വീതം ഓരോ സൈഡും ഹൈ ഫ്ലെയിമിലാണ് ചിക്കൻ കുക്ക് ചെയ്യുന്നത്. അതുമാതിരി തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ സൈഡും കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെച്ച് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത് സൈഡിലേക്ക് വെക്കാം. അടുത്തായി ടേബിൾ നല്ലൊരു വൃത്തിയുള്ള തുണി കൊണ്ട് നന്നായി വൈപ്പ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് മൈദ നമുക്ക് ഇതിലേക്ക് വിതറാം.
അടുത്തായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന നമ്മളുടെ ഡോ എടുത്ത്, ഡോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ രണ്ടായി കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് പാസ്ത ഉണ്ടാക്കുന്നത്. നമ്മൾ റോൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അടുത്തായി നമ്മളുടെ ഡോ ഒന്ന് റൗണ്ട് ആക്കിയതിന് ശേഷം കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്ത് നമ്മളുടെ ചപ്പാത്തി റോളർ കൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾക്ക് കാണുന്ന പോലെ നമ്മളുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിന്നായിട്ടാണ് നമ്മൾ ഇത് റോൾ ചെയ്തെടുക്കുന്നത്. അടുത്തായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ചും കൂടെ നമുക്ക് ഫ്ലവർ ഇത് മുകളിൽ ഡസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് ഒരു ക്വാർട്ടർ ഭാഗം ഫോൾഡ് ചെയ്തു. അതേമാതിരി അടുത്ത സൈഡ് നമ്മൾ ഫോൾഡ് ചെയ്യുന്നു. വീണ്ടും ഒരു എൻഡ് ഫോൾഡ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ നടുവിൽ തന്നെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ സൈഡിലുള്ള അൺഈവൻ ആയിട്ടുള്ള എൻഡ് നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. വീതി കൂട്ടിയാണ് ഫസ്റ്റ് ഇത് കട്ട് ചെയ്യുന്നത്. ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഈ ഒരു വിഡ്ത്തിൽ നമുക്ക് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഈ അവസാനത്തെ പീസ് നമ്മൾ മാറ്റി കളയാണ്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫെഡച്ചീനി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് കുറച്ച് നമ്മൾ ഫ്ലവർ ഡസ്റ്റ് ചെയ്തതിന് ശേഷം പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഇത് ഫ്രീസറിൽ വെച്ച് 1 മാസത്തോളം വരെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അടുത്തായി നമ്മളുടെ രണ്ടാമത്തെ ഡോയും കൂടെ നമുക്കൊന്ന് റോൾ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഫർഫല പാസ്ത എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്യാം. അതിനുശേഷം പാസ്തയുടെ നടുക്ക് തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന മാതിരി പാസ്ത ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുമാതിരി തന്നെ ഞാൻ രണ്ടാമത് ഉണ്ടാക്കി കാണിച്ച ആ പാസ്തയുടെ പേര് ഫർഫാല എന്നാണ്. ഫർഫാല അല്ലെങ്കിൽ ഫർഫല എന്ന് പറയാറുണ്ട് ആൾക്കാർ. എക്സാക്റ്റ് മീനിങ് എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ എന്നാണ്. ബട്ടർഫ്ലൈ എന്നാണ് കാരണം ഇതിന്റെ ഷേപ്പ്, ഈ ഒരു പാസ്തയുടെ ഷേപ്പ് ശരിക്കും പറഞ്ഞാൽ ബട്ടർഫ്ലൈ ഷേപ്പിലാണ്. പിന്നെ കുറേ പേര് ഇതിന് ബോട്ടൈ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതും ഉണ്ടാക്കുന്ന സെയിം ഡോയിൽ തന്നെയാണ്. നേരത്തെ പറഞ്ഞ മാതിരി നമ്മളുടെ ഈ സെയിം ഡോ വെച്ച് നമുക്ക് പല വെറൈറ്റിയിലുള്ള പാസ്ത ഉണ്ടാക്കാം. ഞാനിന്ന് വീഡിയോ ഷോർട്ടാക്കാൻ വേണ്ടി 2 വെറൈറ്റിയെ കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വെറൈറ്റികൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. അടുത്തായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാനിന്ന് ചെറുതായിട്ട് ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അടുത്ത ഈ പാത്രം സ്റ്റവിലേക്ക് വെച്ച് 1 ലിറ്റർ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. വെള്ളം ബോയിൽ ആയതിനു ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇടാം. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ ഓയിൽ, ഞാനിത് ഉപയോഗിക്കുന്ന ഒലിവ് ഓയിലാണ്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിരിക്കുന്ന പാസ്ത നമുക്ക് ഇതിലേക്ക് ഇടാം. ഹൈ ഫ്ലെയിമിൽ 15 തുടങ്ങി 20 മിനിറ്റ് വരെ പാസ്ത നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സെറ്റ് ദ ടൈമർ ഫോർ 15 minutes. എവറി 3 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് ഇളക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ പാസ്ത അടിയിൽ സ്റ്റിക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ടൈമർ ഇവിടെ അടിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. സ്ട്രെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒലിവ് ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ റെഗുലർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് നമുക്ക് ടോസ് ചെയ്യാം. നമ്മുടെ പാസ്ത സ്റ്റിക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് എടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. പാസ്തയുടെ വൈറ്റ് സോസ് ഉണ്ടാക്കുവാനായിട്ട് അടുത്തായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലേക്ക് ഇടാം. ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് കുറച്ച് ഗാർലിക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഗാർലിക് ചെറുതായി ബ്രൗൺ കളർ ആയതിനു ശേഷം 1 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലവർ നമുക്ക് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 2 കപ്പ് മിൽക്ക് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. മിൽക്ക് ഒഴിക്കുമ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഒഴിച്ചതിന് ശേഷം ഇത് തിക്കായി കഴിയുമ്പോൾ ബാക്കിയുള്ള മിൽക്കും കൂടെ നമുക്ക് ആഡ് ചെയ്ത് വിസ്ക് കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് ലംസ് ഇല്ലാണ്ട് നമുക്കിത് മിക്സ് ചെയ്യാം. സീസൺ ചെയ്യാനായിട്ട് 1/4 ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ്, നമ്മളൊരു 1/4 ടീസ്പൂണാണ് ബ്ലാക്ക് പെപ്പർ ഉപയോഗിക്കുന്നത്. സോൾട്ട് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളുടെ സോസ് ചെറുതായി കുക്കായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിടാം. അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തായിട്ട് 1 കപ്പ് ചീസ്, ഞാനിന്ന് ഉപയോഗിക്കുന്നത് മൊസറല്ല ചീസാണ്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ചീസ് ആയാലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ സോസ് നല്ല തിക്കായിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നമുക്കിത് സോസ് ഓവർ തിക്കായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സ്ട്രെയിൻ ചെയ്തെടുത്ത പാസ്തയുടെ കുറച്ച് വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിൽ അല്ലെങ്കിൽ തിക്നെസ്സിൽ നമുക്ക് സോസ്
മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്തെടുത്ത പാസ്ത നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത കുറച്ച് പാർസ്ലി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതുമാതിരി തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്. നമ്മൾ വളരെ കുറച്ചാണ് ചില്ലി ഫ്ലേക്സ് ഇടുന്നത്, കാരണം നമ്മളിത് വലിയ സ്പൈസി ഇല്ലാത്ത പാസ്തയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. പാസ്ത ഇവിടെ റെഡിയുണ്ട്. അടുത്തായിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് ഒന്ന് പ്ലേറ്റ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ പാർസ്ലി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. അതേമാതിരി കുറച്ച് ചില്ലി ഫ്ലേക്സ്, പാർമസോൺ ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. പാർമസോൺ ചീസ് ഗ്രേറ്റ് ചെയ്യുന്നത് ടോട്ടലി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗൈസ്, അടുത്തായിട്ട് നമുക്ക് നമ്മളുടെ പാസ്ത ഒന്ന് ടേസ്റ്റ് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന മാതിരി ഞാൻ എല്ലാ കമൻസും വായിക്കാറുണ്ട്, എല്ലാ കമൻസും ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അതുമാതിരി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുമാതിരത്തെ വീഡിയോസ് കാണുവാനായിട്ട് എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ ഹോം പേജിൽ വരുന്നതായിരിക്കും. അതുമാതിരി തന്നെ പാസ്ത ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. Until I see you with a different video, bye bye.